മകനെ, നിന്നെ കീഴ്പ്പെടുത്തുന്ന പല നിരാശകളുടെയും കാരണം ഈ ലോകത്തിൽ നിനക്ക് ചിലതെല്ലാം ലഭിച്ചില്ല എന്നുള്ള ചില ചിന്തകളല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു വലിയ മർമ്മം പറയാം. കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് കിട്ടാൻ പോകുന്ന നന്മയുടെ വാതിൽ തുറക്കുന്നത്. ഒന്ന്, കിട്ടിയതിന് നന്ദി പറയുമ്പോഴാണ് കിട്ടാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുമ്പോഴാണ് കിട്ടാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. 5 താലന്ത് കൊടുത്തവന് കർത്താവ് പറഞ്ഞു അവൻ 5 കൂടി കൊടുക്കാൻ. 10 താലന്ത് കൊടുത്തവന് പറഞ്ഞു അവൻ 10 നേടിയ, പക്ഷേ അവന് 10 കൊടുക്കാൻ പറഞ്ഞു. 1 താലന്ത് നേടിയവൻ അവൻ എന്ത് ചെയ്തു? അവൻ കൊണ്ട് കുഴിച്ചിട്ടു. അവൻ യജമാൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് തന്നില്ല. അവൻ 5 കൊടുത്തു, ഇവന് 10 കൊടുത്തു, എനിക്ക് തന്നില്ല. എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അല്ല മോനെ, നിനക്ക് തന്നതുകൊണ്ട് നീ ചെയ്യുന്നുണ്ടോ? മകളെ, നിനക്ക് തന്ന ചില താലന്തുണ്ട്, നിനക്ക് തന്ന ചില നന്മകളുണ്ട്, നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് നല്ല ഭാഷ തന്നു, പാടാൻ കഴിവ് തന്നു, പ്രസംഗിക്കാൻ കഴിവ് തന്നു, അനേക സ്കില്ലുകൾ നിൻ്റെ മേൽ തന്നു. നീ അതെല്ലാം വ്യാപാരം ചെയ്തുവോ? നിനക്കൊന്ന് കഞ്ഞി കുടിക്കാൻ തന്നു, അതിന് നിനക്ക് നന്ദിയുണ്ടോ? കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, അനേകര്, ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ് ഇല്ലായ്മയുടെ കഥനകഥകൾ. സങ്കടമാണ്, കഥനകഥകളാണ്. പക്ഷേ ഞാൻ അവരോടെല്ലാം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ എന്ന്. ലഭിച്ചതിൽ സന്തോഷിക്കുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന വലിയ നന്മകൾ കർത്താവ് തരുന്നതെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം.